ഹലോ ഗായ്സ്, അപ്പൊ ഈ രാവിലെ തന്നെ മാറ്റി ഇറങ്ങി ഞാനും സിഫാനും കൂടി പോണത് വേറെടുക്കല്ല, ഹോസ്പിറ്റലിൽ കാണിക്കാണ്ടിട്ടാ. രണ്ടാക്കുണ്ട് കാണിക്കാൻ കൊറേ ദിവസമായി എന്റെ ചെവി അടഞ്ഞിട്ടാ, ഇപ്പോഴും തുറന്നിട്ടില്ല. എന്താവും അപ്പൊ അതൊക്കെ എന്താന്ന് അറിയാൻ വേണ്ടിട്ട് നമ്മൾ ആദ്യം വന്നിട്ടും കാണിച്ചില്ല. അപ്പൊ ഡോക്ടർ പറഞ്ഞു ഒരു 5 ദിവസം കഴിഞ്ഞിട്ട് കാണിക്കണമെന്ന്. അങ്ങനെ കാണിക്കാൻ പോയതാട്ടാ. അപ്പൊ അതിന്റെ ഇടയിൽ എക്സ്റേ കാര്യങ്ങളൊക്കെ എടുക്കാണ്ടേ നമുക്ക്. ഈ ചെവി അടഞ്ഞിട്ടാണെങ്കിൽ ആര് പറയണത് കേൾക്കണമില്ല, നമ്മൾ അങ്ങോട്ട് പറയണത് ഭയങ്കര സൗണ്ടിലിട്ടാ. മൊത്തത്തിൽ പറഞ്ഞ കളറേ ഇനി ഒരു ജലദോഷം ഇതിനൊക്കെ കാരണം. ജലദോഷത്തിൽ മൂക്ക് ചീന്തിക്കാണ് നീര് മൊത്തത്തിൽ ചെവിന്റെ അവിടെ വന്ന് അടഞ്ഞതാണ് നമ്മളെ മൊത്തത്തിൽ ഈ ചെവി അടയാൻ കാരണം. ഡോക്ടറെ ഫീസിനെക്കാട്ടി കൂടുതലായത് മരുന്നിനാട്ടാ. പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ ഭയങ്കര വേലയിലിട്ടെന്ന് ഒരു ഉമ്മാന്റെ ഫ്രണ്ടിന്റെ വീട്ടിലും പോയിന് ഓല സാരി കാര്യങ്ങളൊക്കെ കൊടുക്കാണ്ടിട്ടാ. നമുക്ക് വർക്കിന്റെ ആവശ്യത്തിന് നമുക്ക് ഓഫീസ് വരെ പോവാണ്ടിട്ടാ. അങ്ങനെ പോയി വന്നപ്പോ ഓള കൊണ്ടതിനുള്ള പിറുപിറുക്കലാട്ടി കാണിക്കണത്. ഓള ആവശ്യത്തിന് മാത്രം പോയാൽ പോരല്ലോ, നമ്മളെ ആവശ്യത്തിന് ഓളും കൊണ്ടുപോണ്ടേ. പിന്നെ ഓൾക്ക് വർക്കിന്റെ ആവശ്യത്തിന് വേണ്ടിട്ട് കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ പോയിനി. പക്ഷെ ഓള് വിചാരിച്ച സാധനം ഓൾക്ക് കിട്ടാത്തോണ്ട് നമ്മള് പിന്നെ നമ്മളെ റൂട്ട് മാറ്റി പിടിച്ചു. നേരെ വിട്ടില്ലേ വേങ്ങരക്ക്. അതും മിന്നൽ മുരളീന്റെ ലുക്കില് പറപ്പിച്ചങ്ങട്ട് വിട്ടിട്ടാ. അങ്ങനെ നമ്മള് സാധനങ്ങളൊക്കെ വാങ്ങിയ ശേഷം ഇസ്മാലും നെൻസറിന് വേണ്ടി ഒരു ബിസ്ക്കറ്റും പാക്കറ്റും വാങ്ങിട്ടാ. രാവിലെ മദ്രസ്ക്ക് പോകുമ്പോ കൊടുക്കാൻ സുഖത്താണ്. പിന്നെ നമ്മള് പ്രിന്റ് എടുക്കാനായിട്ട് നേരെ പോയത്. അതിൽ ഹോട്ട്സ്പോട്ട് ഓഫ് ആക്കി വന്നാണ് ചൂടാവട്ടെ കുറെ നമ്മളോള് പഠിപ്പിച്ചതല്ലേ. പിന്നെ നമ്മൾ കുറെ നേരം കട്ട പോസ്റ്റ് ചെയ്നി. പിന്നെ പോയത് സിഫാനൊക്കെ ചെരുപ്പ് എടുക്കാനാട്ടാ. ഇപ്പൊക്കാണെങ്കിൽ ആഴ്ചയിൽ ചെരുപ്പ് വേണം. ഇവിടെ എത്ര കാട്ടണമെന്ന് മനസ്സിന് പുറത്തും കിട്ടണില്ല. പിന്നെ ഓള് എപ്പോ എടുക്കണമെങ്കിലും വൈറ്റ് ചെരുപ്പ് എടുക്കോളൂട്ടാ. തേച്ചയ്ക്കാൻ മതി. ഓക്കെ, അതിന്റെ ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നെ പറയാനല്ലേ പറ്റൂ. പിന്നെ ഒരു സങ്കടം തന്നെ, ഈ ചെരുപ്പിനൊക്കെ 150 ഉറുപ്പുള്ളൂ. സങ്കടം എന്താ വെച്ചാൽ ഇന്റേത് ആനക്കാലം എടുക്കൊള്ളൂല. ഇതൊക്കെ വരുന്നത് അലസ്കയിലാട്ടാ. നമ്മളെ ബ്രദേഴ്സിന്റെ അടുത്താണ് ഇവരെ ഷോപ്പ് വരുന്നത്. ഉമ്മാക്കുമാണല്ലോ ഇങ്ങനത്തെ ചെരുപ്പ്. ഇൻഷാല്ലാ നമുക്ക് വാങ്ങി കൊടുക്കാന്നേ. പിന്നെ നമ്മള് നേരെ പോയത് വേറെ എടുക്കല്ല, മേലെ സ്കൂൾക്കാണേ. നമ്മളെ ഇസ്മായിലിനെ കൂട്ടാൻ പോയതട്ടാ. അവിടെ എത്തിയപ്പോ പല ഓർമ്മകളും നമ്മൾ ഉള്ളിൽ കൂടെ അങ്ങോട്ട് പോയതുപോലെ അങ്ങോട്ട് തിരിച്ചു വന്നു. അങ്ങനെ നമ്മൾ ഇസ്മായിലിനെയും കൂട്ടിക്കാണ്ട് നേരെ പോണത് പെരീക്കാണ്. പെരീന്ന് പിന്നെ ഓനെ എടുത്തുകൊണ്ട് പോണത് നമ്മൾ ഹോസ്പിറ്റലിലേക്കാണ്. ഓനാണെങ്കിൽ ഓന്റെ കാലങ്ങട്ട് കേടെടുത്തിക്കണു. ഇവൻക്കാണെങ്കിൽ സിഫാനൊക്കെ ചെരുപ്പ് മാറ്റണമെങ്കിൽ ഇസ്മായിൽ ആണെങ്കിൽ കാലുമേൽ പരിക്കുണ്ടാക്കുക. അതാണ് ഇവലെ മത്സരട്ടാ. ഒന്ന് കഴിയുമ്പത്തിന് ഒന്നാണ് ഇസ്മായിൽ ഉണ്ടാകുക. അങ്ങനെ ഓൻ്റെ ഡ്രസ്സിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ നമ്മൾ നേരെ പെരീക്ക് പോരാണ്. അതിന്റെ ഇടയിലാണ് വണ്ടിക്ക് ജലദോഷം പിടിച്ചതിട്ടാ. വേറെ ഒത്തിനല്ല, ഓണടിക്ക്. അപ്പൊ പിന്നെ ആ ഡോക്ടറെ കാണിക്കണല്ലോ. അങ്ങനെ നമ്മൾ അതും കാണിച്ചു നേരെ പെരീക്കുന്നു. അപ്പൊ ഇന്നത്തെ ലോകത്തുള്ള എല്ലാവർക്കും ബൈ.